ഹായ് ഓൾ. എൻ്റെ പേര് രശ്മി. പ്രൊഫഷണലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പം ബ്രൈഡ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവരുടെ വെഡ്ഡിങ് ഡേയിൽ അവർ മിസ്സായി പോകാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് മിസ്റ്റേക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ബ്രൈഡ്സ് ആകാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രൈഡ് ആകാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്ലവറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കേരളയിൽ ഇപ്പം മുല്ലപ്പൂ, അതുപോലെ അരളി, തുളസി, അങ്ങനെ പല ഫ്ലവേഴ്സ് ഇപ്പൊ നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുല്ലപ്പൂ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അത് അടുക്കി കെട്ടാൻ ശ്രമിക്കുക. അടുക്കി കെട്ടുന്ന മുല്ലപ്പൂ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മുഴം വാങ്ങിക്കേണ്ട കാര്യം വരുന്നുമില്ല, വെച്ചാലും ഭംഗി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുട്ടായിട്ട് നമ്മൾ ഹെയറിൽ വെക്കുന്നതിനെക്കാട്ടിലും ഭംഗി അതൊരു ഫ്ലവറായി വിരിഞ്ഞൊരു പൂവായിരിക്കും ഭംഗിയായിട്ടുണ്ടാവുക. അപ്പം മാക്സിമം വിരിഞ്ഞ പൂ തന്നെ വാങ്ങിക്കുക. പിന്നെ തലേന്ന് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാതെ മാക്സിമം നിങ്ങൾ രാവിലെ ഒരു 6 മണി 6 നമ്മൾ എന്തായാലും ഫ്ലവർ കംപ്ലീറ്റ് ലുക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഫ്ലവർ വെക്കുന്നത്. അപ്പൊ ആ ഒരു മിഡിൽ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ പോയി ഫ്ലവർ കളക്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അഥവാ നിങ്ങൾക്ക് ഒരുപാട് ദൂരെയാണ് ഫ്ലവർ വാങ്ങിക്കുന്ന സ്ഥലമെങ്കിൽ തലേന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടിന്നിനകത്ത് ഈ പൂവ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. അപ്പം പൂ മേടിക്കുമ്പോഴത്തേക്കും മുല്ലപ്പൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇപ്പൊ അരളിപ്പൂ ഒക്കെ വെച്ച് കാണാറുണ്ട്. പക്ഷെ അരളിപ്പൂവിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അരളിപ്പൂ നന്നായി വാടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അരളിപ്പൂ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അരളിപ്പൂവിന്റെ കളറിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന മറ്റ് ഫ്ലവേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ കോസ്റ്റ്യൂമിന് മാച്ച് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും ഫ്ലവേഴ്സ് നിങ്ങൾ ഫ്ലവർ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും കാണുകയാണെങ്കിൽ അവർക്ക് അതിന് ഓർഡർ കൊടുക്കുക, നിങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ ടൈമിൽ കിട്ടുന്ന രീതിയിൽ. നമ്മുടെ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് 1-2 തവണ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഈ മുല്ലപ്പൂവിന് പകരം അവര് പിച്ചിപ്പൂവാണ് തന്നു വിടുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങള് പൂവ് മുല്ലപ്പൂ തന്നെയാണെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വേണിയൊക്കെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ ആ റെഫറൻസ് ഒക്കെ ഒന്ന് പൂക്കാരനെ കാണിച്ച് ഇതുപോലെ വേണമെന്ന് പറയുക. ചിലപ്പോൾ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ റെഫറൻസ് പിക്ക് ഒക്കെ കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക. ഇപ്പം പൂവിന്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുക. ജാസ്മിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര മുഴം വേണമെന്നുള്ളത് നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമുക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഇവന്റിന് നിങ്ങളൊരു സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ സാരി ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വണ്ണം ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലെങ്ത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് കുറച്ച് കൂടുതൽ ഞൊറിവിലൊക്കെ കിടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ സാരിയുടെ കുത്തുന്ന ഭാഗത്ത് കുറച്ച് അതേ കളറിൽ കുറച്ച് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സാരികളിൽ 1 മീറ്ററോളം ഈ കുത്തുന്ന ഭാഗത്ത് പ്ലെയിൻ പോർഷൻ ആയിരിക്കും. അങ്ങനെയുള്ള സാരികളിലാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം അത് ചുറ്റി വരുമ്പോൾ ആ പ്ലെയിൻ പോർഷൻ നമ്മുടെ സാരിയുടെ പുറത്ത് നമുക്ക് കാണുന്ന രീതിയിലാകും. അങ്ങനെ ഇല്ല, നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ട് ആ പ്രിന്റഡ് ഡിസൈൻ ആണ് വരുന്നത്, കുത്തുന്ന ഭാഗം തൊട്ടേ പ്രിന്റഡ് ഡിസൈൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 മീറ്റർ അത്രയൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു 1/4 മീറ്റർ നിങ്ങൾ ആ സാരിയുടെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാരി ഫോൾ വെക്കുക. അപ്പം ചിലപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ചെല്ലുമ്പോഴത്തേക്കും പല കുട്ടികളും പറയാറുണ്ട് സാരിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വെഡിങ് സാരി നല്ല കട്ടിയുള്ളതാണ്, അതിൽ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ സാരി ഫോള് മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സാരി ഫോള് അതിൽ ഫിറ്റ് ചെയ്യുക. അത് നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സാരി ഫോള് ഫിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സാരി ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ സാരി ഫോള് ഫിറ്റ് ചെയ്യുക. പിന്നെ 2 ഒരു തുമ്പത്ത് ചിലപ്പോൾ കെട്ട് കാണും, മറ്റേ തുമ്പ് മടക്കി അടിക്കാമെങ്കിൽ അത് മടക്കി അടിക്കുക. ചില സാരികളിൽ നൂലിങ്ങനെ ഊർന്നൂർന്ന് വരുന്ന കാണാം. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി സാരിയുടെ തുമ്പ് അടിക്കുക തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്കേർട്ടിലോട്ട് വരുമ്പം പല കുട്ടികളും വിളിച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി സ്കേർട്ട് ഏത് ടൈപ്പ് വേണമെന്ന്. അപ്പൊ സ്കേർട്ട് വേണ്ടത് കോട്ടൺ സ്കേർട്ടാണ് വേണ്ടത്. കോട്ടൺ ആയിട്ട്, കോട്ടന്റെ ആണെങ്കിൽ അത് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നതാണ്. ഷേപ്പ് വെയർ, കോട്ടൺ ഷേപ്പ് വെയർ ആണ് വേണ്ടത്. ബനിയന്റെ ഷേപ്പ് വെയർ കിട്ടും. ചിലത് ബനിയൻ ഷേപ്പ് വെയർ വരുന്ന ഇലാസ്റ്റിക് ആണ്.
ഈ വെഡിങ് സാരി എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള സാരി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ബനിയൻ ഇലാസ്റ്റിക് ഉള്ളതിലോട്ട് നമ്മൾ ഈ സാരി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇഴുകി ഇഴുകി താഴത്തോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്കേർട്ട് നിങ്ങൾ എടുക്കരുത്. എപ്പോഴും കോട്ടൺ ഷേപ്പ് വെയർ തന്നെ എടുക്കുക, ശ്രദ്ധിക്കണം. കോട്ടൺ ഷേപ്പ് വെയറിൽ ത്രെഡ് ഉണ്ടോന്നും കൂടെ ശ്രദ്ധിക്കുക. ത്രെഡ് ഉള്ള സ്കേർട്ട് തന്നെ വേണം, എന്നാലും നമുക്ക് മാക്സിമം ടൈറ്റ് ആയിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിയർക്കുന്ന കുട്ടികളാണെങ്കിൽ ബ്ലൗസില് സ്വെറ്റ് പാർട്സ് ഇപ്പം കിട്ടും. സ്വെറ്റ് പാർട്സ് വാങ്ങിച്ചിട്ട് അത് വെക്കുക. അപ്പം വിയർപ്പ് ആ ഒരു വിയർത്തതിന്റെ പാടൊന്നും നമ്മുടെ ബ്ലൗസിൽ ഉണ്ടാകത്തില്ല. അപ്പം അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണോ നോക്കുക. ബ്ലൗസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുൻപായിട്ട് നിങ്ങൾ ചിലപ്പം ചില കുട്ടികൾ കുറെ നേരത്തെ തയ്ച്ചു വെക്കുന്നതായിരിക്കും. കല്യാണ സമയം ആകുമ്പോഴത്തേക്കും ചിലർ വണ്ണം വെക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് കയറ്റുമ്പോഴായിരിക്കും അവർക്ക് ഹുക്സ് ഇടാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പം കല്യാണത്തിന്റെ തലേന്ന് നിങ്ങൾ ബ്ലൗസ് ഇട്ട് നോക്കുക, കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണോ നോക്കുക. ലൂസായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സാരി ഉടുത്താൽ കൂടെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാഡൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ നല്ല ഷേപ്പിലിരിക്കും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ റെന്റലായിട്ട് ഇപ്പം റിസപ്ഷന് അല്ലെങ്കിൽ പ്രീ വെഡിങ്ങിനൊക്കെ റെന്റലായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ട് ആക്കിയിട്ട് മാത്രം ഇടുക. കാരണം ചിലപ്പോൾ റെന്റിൽ കിട്ടുന്നതൊക്കെ നല്ല ഹൈറ്റ് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ലെഹങ്കയ്ക്കൊക്കെ നല്ല ഇറക്കം കാണും. അപ്പൊ അവർക്കത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ സ്കേർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒന്നാണ്, ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ സാരി നെറ്റിന്റെ സാരി ആയിരിക്കും. അപ്പൊ അവരുടെ സാരിയുടെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ സാരിയുടെ കൂട്ടത്തിൽ തന്നെ അവർക്ക് മെറ്റീരിയൽ കിട്ടാറുണ്ട്, ഈ സാറ്റിൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ അത് യൂസ് ചെയ്ത് അവർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് സാറ്റിന്റെ സ്കേർട്ട് തന്നെ എടുക്കുക. അപ്പം അത് വിസിബിൾ ആയിരിക്കും, പുറത്തുകൂടെ നെറ്റിന്റെ സാരി ആയിരിക്കും. അപ്പൊ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാറ്റിന്റെ സ്കേർട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഹെയറിലും സ്കിന്നിലും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ വെഡിങ് നിശ്ചയിച്ചിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് ടൈം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുക. ഇപ്പം നമ്മള് മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾ സ്കിൻ കെയറും കൂടെ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആ മേക്കപ്പിന്റെ ഭംഗി ഒന്നും കൂടെ കൂടും. അപ്പൊ നിങ്ങളുടെ സ്കിന്ന് നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് നല്ല നീറ്റ് ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പുറത്ത് പോകുമ്പോൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ് വാഷ്, നല്ലൊരു ഫേസ് വാഷ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. അത് ആഫ്റ്റർ വാഷ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ, അത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ല, ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ സ്കിൻ ടൈപ്പിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം ഡ്രൈ സ്കിന്നിനാണെങ്കിൽ അവർക്ക് പ്രത്യേകം മോയ്സ്ചറൈസർ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ഒരു ഓയിലി ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം പലർക്കും ഇപ്പൊ അത് അറിയത്തില്ല. എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്തു, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്, എങ്കിൽ ഞാനും അത് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങുക. അപ്പം മോയ്സ്ചറൈസർ, ഇപ്പൊ ടോണർ ഞാൻ മസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഇത്തരം കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ പലരും ചോദിക്കാറുണ്ട് ഫേഷ്യൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്. അപ്പൊ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ഒരു പാർലറിൽ പോയി മുഖത്തൊരു ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് പോയി ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് ഒരു 2 മാസം മുൻപേ ഒരു ഫേഷ്യല് ട്രൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെഡിങ്ങിന് സെയിം ഫേഷ്യല് റിപ്പീറ്റ് ചെയ്യുക ഒരു 3 days മുൻപ്. അഥവാ നിങ്ങളുടെ സ്കിൻ ഒരു സെൻസിറ്റീവ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ പിമ്പിൾസ് വരാറുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം അങ്ങ് സ്കിപ്പ് ചെയ്യുക. ഫേഷ്യൽ ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി അല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ തന്നെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയായിട്ട് ഇരുന്നുള്ളൂ. അപ്പം ഫേഷ്യൽ ഒരിക്കലും മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ആ സമയത്ത് ചെയ്യാതെ മുൻപൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക.
അതുപോലെ നമുക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട്, ഇപ്പൊ ഒരുപാട് കട്ടിയുള്ള പിരികൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഭംഗിയായിട്ടൊന്ന് അത് നീറ്റായിട്ട് നിങ്ങളൊന്ന് ത്രെഡ് ചെയ്തെടുക്കുക. കാരണം അത് അത്രയും കനത്തിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഐബ്രോ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാതെ വിടേണ്ട കാര്യം വരും. അത്രയും ഹെവി ആയിട്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ പോയി പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവും. അപ്പം നിങ്ങൾ മാക്സിമം അതിനെ നല്ല ഷേപ്പിൽ ത്രെഡ് ചെയ്തെടുക്കാൻ നോക്കാം. ഫേഷ്യൽ ഹെയർ മാക്സിമം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിമൂവ് ചെയ്യുക. ഒരിക്കലും ഗേൾസിന് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞ് ബോയ്സിനെ കണക്ക് താടിയൊന്നും വരത്തില്ല. നമുക്ക് എന്തോരം ഉണ്ടോ അതുപോലെ തന്നെ പിന്നെ വരത്തുള്ളൂ, അല്ലാതെ ഒരുപാട് ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഫേഷ്യൽ ഹെയർ നിങ്ങൾ മാക്സിമം റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി ഹെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി ഹെയർ ഉണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അവിടെ മാത്രം നമുക്ക് ഇങ്ങനെ എടുത്തൊരു ഡാർക്ക് കളർ എടുത്ത് കാണിക്കുന്നതൊക്കെ തോന്നും. അപ്പൊ നിങ്ങളെ ഫേഷ്യൽ ഹെയർ മാക്സിമം റിമൂവ് ചെയ്യുക. പിന്നെ ചിലരുടെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നല്ല ടൈം ഉള്ളവരാണെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങളൊന്ന് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയോ, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലിപ്പ് സ്ക്രബ് വാങ്ങിച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കല്യാണത്തിനോട് അടുപ്പിച്ച് നിങ്ങൾ ഇതിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിപ്പിൽ അങ്ങനെ പീലായി വരുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പീലായി വരത്തില്ല, ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. പിന്നെ ഹെയറിലേക്ക് വരുമ്പോൾ നല്ലോണം നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എത്ര ബ്രൈഡ്സിനോട് പറഞ്ഞാലും നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഹെയർ മാത്രം നല്ലതായിട്ട് പറന്നിരിക്കും, അകത്തുള്ളതൊക്കെ ഓയിലായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ ഈ ക്രിമ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്രിമ്പിംഗ് മാർക്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ക്രിമ്പ് ചെയ്ത് ഹെയർ ഒന്ന് ബൗൺസ് ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രിമ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ക്രിമ്പിങ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്ത് നിങ്ങളുടെ ഹെയർ ഓയിൽ ഫ്രീ ആക്കുക. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓയിൽ ഫ്രീ ആക്കിക്കൊണ്ട് വരിക. അപ്പൊ ഒരു 2-3 തവണ ഷാമ്പു എടുത്ത് വാഷ് ചെയ്ത് നിങ്ങളുടെ ഹെയർ ഓയിൽ ഫ്രീ ആക്കുക. ചില 2-3 ദിവസം മുമ്പ് ഞാൻ ഷാമ്പു വാഷ് ചെയ്ത പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ സ്കിന്നിന് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ ഓയിൽ വെക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ കല്യാണ തലേന്ന് ഇപ്പം കല്യാണത്തിന് അന്ന് ഇപ്പം ചിലര് ഹെയർ വാഷ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തലേന്ന് ചെയ്യുമ്പോഴത്തേക്കും തലേന്ന് എന്തായാലും നിങ്ങളത് രാത്രിയിൽ ചെയ്തിട്ട് കിടക്കുക. അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ കുളിക്കുമ്പോൾ ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. ഹെയറിന്റെ കാര്യത്തിൽ അതാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഹെയർ ട്രീറ്റ്മെന്റ്, ഇപ്പം ലൈക്ക് കെരാട്ടിൻ, സ്മൂത്തനിങ് അതുപോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ 1 month മുൻപ് നിങ്ങൾ അത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെഡിങ്ങിന് ശേഷം ചെയ്യാൻ അത് മാറ്റി വെക്കുക. അപ്പൊ നിർബന്ധമായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക. കല്യാണത്തിന്റെ ടൈമിൽ നിങ്ങൾ ഈ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മറ്റൊരു ഹോട്ട് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്തുകൊണ്ട് വന്ന ആ ഒരു എത്ര സ്പെൻഡ് ചെയ്തിട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ ആ ഒരു എമൗണ്ട് വേസ്റ്റ് ആയി പോകുന്നതാണ്, കൈപ്പോവും നമ്മൾ എന്തെങ്കിലും ഹെയർ ടൂൾസ് നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്താൽ. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു 1 month മുൻപ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുമ്പോൾ നമ്മൾ ഓർണമെന്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓർണമെന്റ്സ് എടുക്കുമ്പോഴത്തേക്കും മാലകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ത്രെഡ് അത് മറക്കാതെ നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുക. നിങ്ങളുടെ എല്ലാ മാലകളും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ത്രെഡ് ഉണ്ടായിരിക്കണം. അതുപോലെ റെന്റൽ ആയിട്ട് എടുക്കുന്നവര് അവരുടെ സാരിയും കൊണ്ട് പോയിട്ട് മാച്ച് ചെയ്ത് വേണമെങ്കിൽ മാച്ച് ചെയ്തെടുക്കുക. ജ്വല്ലറി നിങ്ങൾ എപ്പോഴും ഇട്ട് നോക്കി കമ്മലൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കണം. ഇപ്പൊ കമ്മലൊക്കെ ഇത്തിരി ഹെവി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇയർ സ്റ്റിക്കർ കിട്ടും. നിങ്ങൾക്ക് ആ വെയിറ്റ് താങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വളകളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇപ്പം വള ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇട്ടിട്ട് തരും. അപ്പൊ നമുക്ക് കയ്യിലോട്ട് ഇപ്പം കറക്റ്റ് അളവിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കയറ്റാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ വള ചളുങ്ങാതിരിക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇപ്പം എല്ലാ ജ്വല്ലറീസിലും അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ. അതുപോലെ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഹെയർ നമ്മളെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഈ ഹെയർ ടൂൾസ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. കറണ്ട് ഇപ്പം മഴക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടായതാണ്. നമ്മൾ 2 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഫേസ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ഒരാളുടെ. അപ്പം ആ കുട്ടി നെക്സ്റ്റ് ഹെയർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ജനറേറ്റർ ഉണ്ടായിരുന്നില്ല, മഴക്കാലമായിരുന്നു, കറണ്ട് പോയി. നമ്മൾ 2 മണിക്കൂർ അവരുടെ വീട്ടിൽ വെറുതെ ഇരുന്നു. പിന്നെ കറണ്ട് വരുമെന്ന് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കറണ്ട് വരുന്ന യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ ഒരു ജനറേറ്റർ സംഘടിപ്പിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് ആളെ ഫാസ്റ്റിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അത് നിർബന്ധമായിട്ടും ഒരു ജനറേറ്റർ നിങ്ങൾ കരുതി വെക്കുക. അത് മാത്രമല്ല, ആ ജനറേറ്റർ നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചിലപ്പം ചിലടത്ത് ജനറേറ്റർ കാണും, ആ സമയത്ത് ആ ജനറേറ്റർ ഓൺ ആക്കുന്ന വ്യക്തി അവിടെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ വെളുപ്പിനെയല്ലേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അത് അറിഞ്ഞിരിക്കണം. അത് ആ സമയത്ത് കറണ്ട് പോയാൽ അതൊന്ന് ഓൺ ആക്കി തരാൻ ആ വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ ബ്രൈഡ്സും നിങ്ങളുടെ കല്യാണത്തിന് തലേന്ന് നമ്മൾ മേക്കപ്പ് സെഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തലേന്ന് തന്നെ എടുത്ത് വെക്കുക. ഒന്നും മിസ്സാകാതെ എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വെക്കുക. രാവിലെ ആ ധൃതിയിൽ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ കിടന്ന് തപ്പേണ്ടി വരും. അപ്പം തലേന്ന് ഈ ഒരു സെഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബ്രൈഡ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.